എല്ലാവർക്കും സ്വാഗതം. നമ്മള് വിഷുബലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2026 വിഷുബലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതാണ് വിഷുബലം ചതയം രാശിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചതയം ആണ് നാള് വരുന്നത് കൊണ്ട് തന്നെ വളരെ അനുയോജ്യമായ ഒരു കാലഘട്ടമാണ്. മാത്രം കൂടാതെ നമ്മുടെ വ്യാഴം ഉച്ചസ്ഥായിയിൽ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ട് എല്ലാവർക്കും കുറച്ച് സാമ്പത്തികമായിട്ട് പുരോഗതിയൊക്കെ ഉണ്ടാവാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. അപ്പൊ നമുക്കിനി ഞാൻ പോകുന്നത് മകം നക്ഷത്രത്തെ പറ്റിയാണ്. മകം നക്ഷത്രക്കാർക്ക് അതോ നമുക്ക് ഒരുപാട് റെസ്പെക്റ്റും ബഹുമാനവും നമ്മുടെ കരിയറിലെ ഗ്രോത്തും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മളെ ചെലവുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം ഒരുപാട് അനാവശ്യമായ ചെലവുകളൊക്കെ വരുന്ന ഒരു സമയമാണ് മകം നക്ഷത്രക്കാർക്ക്. പക്ഷേ നമുക്ക് ഒരുപാട് റെസ്പെക്റ്റും ഗ്രോത്തും നമുക്ക് പുരോഗതിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണേ. അടുത്ത പൂര നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ, പൂര നക്ഷത്രക്കാർക്ക് അവരുടെ ലൈഫില് പ്രണയ സംബന്ധമായ വിഷയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവുന്ന ഒരു സമയം. അതായത് നമ്മൾ പറയുമ്പോൾ ലവ് ലൈഫ് എന്നൊക്കെ പറയും. ആ ഒരു ലൈഫ് ബെറ്റർ ആവുന്ന ഒരു കാലഘട്ടമാണ് ഈ 26, 27 കാലഘട്ടം വരുന്നത്. പിന്നെന്താവും, നല്ല റിലേഷൻഷിപ്പ് വരും, ഫിനാൻഷ്യലി നമ്മൾ ഗ്രോ അപ്പ് ആവും, നമ്മുടെ ഹാപ്പി ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് സന്തോഷം തുടങ്ങുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് പൂര നക്ഷത്രക്കാര്. അപ്പൊ അവർക്കും നല്ല രീതിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയി ഉണ്ടായിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊക്കെ മാറി നമുക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ പറ്റുന്ന പുതിയ ബന്ധങ്ങളൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ പുതിയ വിവാഹങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നടക്കാൻ സാധ്യത ഉള്ളതാണ് പൂര നക്ഷത്രക്കാർക്ക് കേട്ടോ. അടുത്തത് ഉത്തര നക്ഷത്രക്കാർക്ക് നമ്മുടെ സ്റ്റെബിലിറ്റി, അതായത് നമ്മുടെ സ്ഥിരത കുറച്ച് കൂടുന്ന ഒരു സമയമാണ്. അപ്പം ഉത്തര നക്ഷത്രക്കാർക്കും വളരെ അനുയോജ്യമാണ്. നമ്മുടെ ജോബൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മുടെ സെക്യൂർ ആവുന്ന ഒരു സമയമാണ്. ഫാമിലി സപ്പോർട്ടൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട്, നമുക്ക് എന്തെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അതൊക്കെ മാറി നമ്മുടെ ഫാമിലി സപ്പോർട്ടൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അനുകൂലമാവുന്ന ഒരു സമയമാണ് കേട്ടോ. അടുത്ത അത്ത നക്ഷത്രക്കാർക്കാണെങ്കിൽ ഭയങ്കര ലക്കി നക്ഷത്രമെന്ന് ഞാൻ പറയും. കാര്യം അത്തം നക്ഷത്രക്കാർക്ക് ഞാൻ നേരത്തെ രോഹിണി നക്ഷത്രത്തെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഒരു ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് കുറച്ച് ധനമൊക്കെ വന്ന് ചേരാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ എഡ്യൂക്കേഷനിൽ കുറച്ചധികം മുന്നേറ്റമൊക്കെ കിട്ടും. പക്ഷെ പല കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് ഭാഗ്യം വരുന്ന സമയമാണ് കേട്ടോ. നമ്മൾ എല്ലാ കാര്യങ്ങളും കോൺഫിഡന്റ് ആയിട്ട്, സമാധാനപരമായിട്ട്, സന്തോഷപരമായിട്ട്, ശാന്തമായിട്ട് നമ്മൾ അവയൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് ചിത്ര നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അവരുടെ ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. അപ്പൊ അവരുടെ ക്രിയേറ്റിവിറ്റിക്കൊക്കെ ഒരുപാട് പ്രശംസയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. പിന്നെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ അവസരങ്ങൾ വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കുക, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഫലം, എന്തെങ്കിലും നേരത്തെ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഫലം കിട്ടാതെ വല്ല ഉണ്ടെങ്കിൽ പോലും ഈ സമയത്ത് നമുക്കതെല്ലാം ഓക്കെ ആവുന്ന ഒരു സമയമാണ്. അപ്പൊ അവരും ഒന്ന് കരുതിയിരുന്ന് എല്ലാം വേണ്ട രീതിക്ക് ചെയ്യാട്ടോ. അടുത്ത ചോദ്യ നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. അപ്പം ചോദ്യ നക്ഷത്രക്കാർക്ക് കുറച്ച് യാത്രകളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. വിദേശ യാത്രയൊക്കെ ഉള്ളവരാണെങ്കിൽ, വിദേശത്ത് പോകാൻ തയ്യാറായിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അനുയോജ്യമായ ഒരു സമയമാണ് വരുന്നത്. ഫിനാൻഷ്യലി കുറച്ച് ഗെയിൻ ഉണ്ടാവും. നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ നല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനുള്ളത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയമാണ്. അപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ കൃത്യമായി നോക്കി അത് വളരെ ശാന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയമാണ്. പിന്നെ പുതിയ തുടക്കങ്ങളും എല്ലാം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പതിയെ ശരിയാവുന്ന ഒരു സമയം കൂടിയാണ്. കുറച്ച് നാളൊരു ഓഗസ്റ്റോട് കൂടിയൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അടിപൊളിയായി വരുന്ന ഒരു സമയമാണ് കേട്ടോ. അടുത്ത അനിഴ നക്ഷത്രക്കാരെ പറ്റിയാണ്. അപ്പൊ നമ്മൾ അന്യനക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഹാർഡ് വർക്കിന് ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടുന്ന ഒരു സമയം. അപ്പൊ നമ്മൾ എന്തെങ്കിലും കഠിനമായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. ഇപ്പൊ കരിയറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയുന്ന, അതായത് നമുക്ക് അതാണല്ലോ ഏറ്റവും അത്യാവശ്യം വേണ്ടത്. അപ്പൊ അതൊക്കെ കുറച്ച് കുറഞ്ഞ് സമാധാനം കിട്ടുന്ന ഒരു സമയമാണ് തൃക്കേട്ട. ഈ തൃക്കേട്ട നക്ഷത്രത്തിനും വ്യാഴത്തിന്റെ നല്ല ദൃഷ്ടി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഉയർച്ച ഉണ്ടാവുന്ന സമയമാണ്. ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് ഗെയിൻ ഉണ്ടാവുന്ന സമയമാണ്. നമുക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇംപ്രൂവ് ആവുന്ന ഒരു സമയമാണ്.
പിന്നെ ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കര താമസിച്ച് മാത്രമേ നമുക്ക് ഓരോ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വളരെയധികം പേഷ്യന്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ് കേട്ടോ. വളരെയധികം പേഷ്യന്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.